ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനം. വിശ്വാസം പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ്. അബ്രാഹാം വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് മാറുന്നത് ജീവിതത്തിലെ ഒരു വലിയ പരീക്ഷണത്തിലൂടെയാണ്. പരീക്ഷണത്തിലൂടെ വിജയം വരിക്കുന്നതാണ് വിശ്വാസം. അബ്രാഹാം വിശ്വാസത്തിൻ്റെ പിതാവാണെങ്കിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധ കന്യകാമറിയം വിശ്വാസത്തിൻ്റെ മാതാവാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അബ്രാഹാം പ്രഭാതത്തിൽ ഉണരുകയാണ്. ഇതുവരെയുള്ള സുഗമമായ അനുഭവത്തോടുകൂടിയല്ല ആ ഉണർന്നെഴുന്നേൽപ്പ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ തീയാണ്. നാളെ തൻ്റെ ചാരത്തുറങ്ങാൻ തൻ്റെ മകനുണ്ടാവില്ല എന്ന ബോധം അവനെ ഇങ്ങനെ തളർത്തുന്നുണ്ട്. പക്ഷേ എല്ലാ തളർച്ചകളെയും അതിജീവിച്ച് അബ്രാഹാം ഇസഹാക്കിനെ വിളിച്ചു. മകനെ ഇസഹാക്കേ, എഴുന്നേൽക്ക്. അവൻ ചാടി എഴുന്നേറ്റു. അപ്പാ, എന്തിനാ ഇത്ര നേരത്തെ? അബ്രാഹാം പറഞ്ഞു, നമുക്ക് മോറിയ മലയിലേക്ക് പോകാം. എന്തിനാ അപ്പാ? ബലിയർപ്പിക്കാനാ. അപ്പനോടൊപ്പം ഒരു യാത്ര കിട്ടിയ സന്തോഷം, അതും മോറിയ മലയിലേക്ക്. അവൻ ചാടി എഴുന്നേറ്റു. ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്ക് അവനെ ഉന്മേഷമുള്ളവനാക്കി മാറ്റി. ഒരു വശത്ത് മകൻ സന്തോഷിക്കുമ്പോൾ മറുവശത്ത് ആന്തരിക വേദനയാൽ തളർന്നു പോകാൻ സാധ്യതയുള്ള അബ്രാഹാം ദൈവഹിതത്തെ അനുഷ്ഠിക്കാനുള്ള ഉത്തരവാദിത്തം ആന്തരികമായി ഏറ്റുവാങ്ങിയ വ്യക്തിത്വം. തൻ്റെ മകനെ വിളിച്ച് വിറകെടുത്തടുക്കി കത്തിയും തീയും കയ്യിൽ പിടിച്ച് തൻ്റെ സേവകരെയും കൂട്ടി കഴുതപ്പുറത്ത് വിറക് വെച്ച് കെട്ടി പതിയെ പതിയെ മോറിയ മലയിലേക്ക് യാത്രയാകുകയാണ്. ഇസഹാക്കിനെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷത്തിൻ്റെ അനുഭവമാണ്. അപ്പനോടൊപ്പം തനിക്കൊരു യാത്ര കിട്ടി. ചുറ്റുവട്ടങ്ങളുടെ ചാരുത അനുഭവിച്ച് വഴിയോരങ്ങളിൽ കണ്ടതിനെയെല്ലാം ശ്രദ്ധിച്ച് പതിയെ പതിയെ വൃദ്ധനായ തൻ്റെ പിതാവിനോടൊപ്പം നടന്നു നീങ്ങുന്നു. അബ്രാഹാവും ഇസഹാക്കും പതിയെ പതിയെ മോറിയ മലയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഒരു വശത്ത് ഇസഹാക്കിൻ്റെ സന്തോഷമുണ്ട്, മറുവശത്ത് ഏക മകനെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള മാനസികമായ വേദനയാൽ
സഞ്ചരിക്കുന്ന പിതാവുണ്ട്. അബ്രാഹത്തിൻ്റെ ആന്തരികതലം വേദനിക്കുകയാണ്. വേദനയോടെ പതിയെ പതിയെ മോറിയ മലയുടെ താഴ്വരയിലെത്തിയപ്പോൾ ഇസഹാക്ക് അബ്രാഹത്തോടൊരു ചോദ്യം ചോദിച്ചു. അപ്പ മറന്നുപോയതായിരിക്കും. അപ്പയെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇസഹാക്ക് അബ്രാഹത്തെ വിളിച്ചു. അപ്പാ. അബ്രാഹം വിളി കേട്ടു. എന്താ മകനെ? നമ്മുടെ കയ്യിൽ വിറകുണ്ടല്ലോ. ഉണ്ട് മോനെ. നമ്മുടെ കയ്യിൽ തീയുണ്ടല്ലോ. ഉണ്ട് മോനെ. നമ്മുടെ കയ്യിൽ കത്തിയുണ്ടല്ലോ. ഉണ്ട് മോനെ. അപ്പാ, അപ്പാ, ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടെവിടെയാ? ബലിയർപ്പിക്കാൻ നിയുക്തനായിരിക്കുന്ന സ്വന്തം മകൻ്റെ അധരത്തിൽ നിന്നടർന്നു വീണ വാക്കുകൾ കേട്ടിട്ട് അബ്രാഹം ഞെട്ടിയില്ല. അബ്രാഹം പറഞ്ഞു, മകനെ, ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ ദൈവം തരും. അബ്രാഹത്തെ വിശ്വാസത്തിൻ്റെ പിതാവാക്കി തീർത്ത വചനമേതാണ് എന്ന് ചോദിച്ചാൽ ഓരോ വിശ്വാസിയും പറയണം, അത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8-ാം തിരുവചനമാണ്. ദൈവം തരും. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിനക്ക് പറയാൻ പറ്റുമോ ദൈവം തരുമെന്ന്? പ്രതീക്ഷകൾക്ക് പ്രതികൂലമായത് സംഭവിക്കുമ്പോൾ നിനക്ക് പറയാൻ പറ്റുമോ ദൈവം തരുമെന്ന്? എല്ലാം തകർന്നടിയുമ്പോൾ, സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകുമ്പോൾ, പ്രതീക്ഷകൾ ഇല്ലാതാകുമ്പോൾ, എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ, നാണക്കേടിൻ്റെ ആവർത്തനങ്ങളുണ്ടാവുമ്പോൾ, എൻ്റെ കുഞ്ഞെ നിനക്ക് പറയാൻ പറ്റുമോ ദൈവം തരുമെന്ന്? ദൈവം തരുമെന്നുള്ള വാക്കിനാൽ അബ്രാഹം വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് മാറിയെങ്കിൽ നമ്മളെല്ലാവരും ഇപ്രകാരമുള്ള പ്രതിസന്ധികളിൽ വന്ന് നിൽക്കും. വേദന കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന, പരാജയത്തിൻ്റെ വീർപ്പുമുട്ടലുകൾ സ്വീകരിച്ച് നിന്റെ മകനോ മകളോ നിന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അവരുടെ മിഴികളിൽ നോക്കി അബ്രാഹം പറഞ്ഞ ഈ വാക്ക് പറയാൻ പറ്റുമോ നിനക്ക്? ദൈവം തരും. ദൈവം തരും. അബ്രാഹം വിശ്വാസത്തിൻ്റെ പിതാവായി രൂപപ്പെടുകയാണ്. പ്രകടമായ വസ്തുക്കളിലല്ല, ആന്തരികമായ തലങ്ങളിലാണ് വിശ്വാസം രൂപപ്പെടേണ്ടത്. അബ്രാഹത്തിൻ്റെ തീരുമാനമാണ് വിശ്വാസം. യുവർ ഡിസിഷൻ ഈസ് യുവർ ഫെയ്ത്ത്. നിന്റെ തീരുമാനം നിന്റെ വിശ്വാസമാണ്. മകനെ ബലിയർപ്പിക്കാനുള്ള അവൻ്റെ തീരുമാനം, ആ തീരുമാനമാണ് സർവശക്തനായ ദൈവം കണ്ടത്.
ബലിയർപ്പിച്ച വസ്തു കുഞ്ഞാടെങ്കിലും ബലിയർപ്പിക്കാൻ അവൻ തീരുമാനിച്ചത് സ്വന്തം മകനെയത്രേ. ദൈവം നോക്കിയത് അവൻ്റെ തീരുമാനത്തിലേക്കാണ്. പരിശുദ്ധ കന്യകാമറിയം വിശ്വാസത്തിൻ്റെ മാതാവാണ്. പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ദൈവഹിതത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ അവൾ തീരുമാനമെടുത്തത്. തെറ്റിദ്ധരിക്കപ്പെടാനും ഒറ്റപ്പെടാനും നാണം കെടാനും നാടുകടത്തപ്പെടാനുമുള്ള സാധ്യതയായിരുന്നു ആ സമ്മതം മൂളൽ. വിശ്വാസത്തോടെ അവൾ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. ലൂക്കാ സുവിശേഷകൻ 1-ാം അധ്യായത്തിൽ 38-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവൾ വചനത്തിൻ്റെ മുമ്പിൽ സ്വയം സമർപ്പണം ചെയ്തു. തൻ്റെ ഭാവി വരനാൽ തെറ്റിദ്ധരിക്കപ്പെടാം, നാടുകടത്തപ്പെടാം, കല്ലെറിയപ്പെടാം, വധിക്കപ്പെടാം എന്ന സാധ്യതകൾ. ഈ സാധ്യതകളുടെ മധ്യത്തിലെല്ലാം അവൾ വിശ്വാസത്തോടെ തൻ്റെ തീരുമാനം അറിയിച്ചു. അങ്ങനെ അവൾ വിശ്വാസത്തിൻ്റെ മാതാവായിട്ട് മാറി. നിന്റെ തീരുമാനങ്ങളാണ് നിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതെന്ന് മനഃശാസ്ത്രത്തിൽ പറയും. Your decision take responsibility over you. Your decision, something important in your life. നിന്റെ തീരുമാനം നിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ദൈവവചനത്തെ സ്വീകരിക്കാനുള്ള പരിശുദ്ധ അമ്മയുടെ തീരുമാനം, ദൈവഹിതത്തെ അനുഷ്ഠിക്കാനുള്ള അബ്രാഹത്തിൻ്റെ തീരുമാനം, ഇവരെ വിശ്വാസത്തിൻ്റെ മാതാവും വിശ്വാസത്തിൻ്റെ പിതാവുമാക്കി തീർത്തുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കേണ്ട യാഥാർത്ഥ്യം ഇതാണ്. വിശ്വാസം രൂപീകൃതമാകേണ്ടത് പ്രതിസന്ധികളിലൂടെയാണ്. ത്യാഗമില്ലാതെ വിശ്വാസം രൂപപ്പെടില്ല. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയും, ക്രിസ്തു രൂപപ്പെടണമെങ്കിൽ ഈറ്റുനോവുണ്ടാവണം. എ ഗ്രേറ്റസ്റ്റ് പെയിൻ ഓൺ എർത്ത്. ഏറ്റവും വലിയ വേദനകളിലൂടെ സഞ്ചരിക്കാതെ ക്രിസ്തു എന്ന യാഥാർത്ഥ്യം രൂപീകൃതമാവില്ല. അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് ത്യാഗത്തിൻ്റെ ഉജ്ജ്വലമായ സാധ്യതകൾ സ്വീകരിക്കുമ്പോഴാണ്. അബ്രാഹാം വിശ്വാസത്തിൻ്റെ പിതാവായി തീർന്നത് ഈ സാധ്യതയുടെ സഞ്ചാരത്തിലൂടെയാണ്. തൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ചേർത്ത് വെച്ച് വളർത്തിയ മകൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടായപ്പോൾ ആ സാധ്യതകളെ തമ്പുരാൻ്റെ മുമ്പിൽ തന്നെ സമർപ്പണം ചെയ്യാൻ തീരുമാനിച്ചതാണ് വിശ്വാസം. എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന ചിന്ത. നേടിയതും നേടിയെടുത്തതും ഒന്നും സ്വന്തമല്ല,
എല്ലാം ദൈവദാനമാണെന്നുള്ള ആത്മീയത. ഇത് തന്നെയാണ് അബ്രാഹത്തെ വിശ്വാസത്തിൻ്റെ പിതാവാക്കിയത്. ഇതുതന്നെയാണ് പരിശുദ്ധ കന്യകാമറിയത്തെ പുത്രൻ തമ്പുരാനെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ രൂപപ്പെടുത്തിയ മാധ്യമമാക്കിയത്. ഈ അബ്രാഹം നമ്മുടെ ജീവിതത്തിൽ ആവർത്തനം ചെയ്യേണ്ട യാഥാർത്ഥ്യമാണ്. നമ്മളും ഇങ്ങനെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പോയി നിൽക്കേണ്ടതായിട്ട് വരും. പരീക്ഷിക്കപ്പെടാത്തതൊന്നും ദൃഢമായ വിശ്വാസത്തിലേക്ക് രൂപപ്പെടുകയില്ല. ദൃഢമായ വിശ്വാസം രൂപപ്പെടുന്നതിന് പരീക്ഷകളുടെ പിൻബലമുണ്ട്. അതായത് പരീക്ഷകളുടെ പശ്ചാത്തലമുണ്ട്. നിന്റെ ഉന്നതി പ്രാപിക്കലിന് പരീക്ഷയുടെ പശ്ചാത്തലമുണ്ട് എന്ന് നിനക്കും എനിക്കും അറിയാവുന്നതുപോലെ വിശ്വാസത്തിൻ്റെ ഉന്നതം നമ്മുടെ ജീവിതത്തിൽ രൂപീകൃതമാകുന്നത് പരീക്ഷകളിലൂടെയാണ്. എല്ലാം സുഗമമായിട്ട് പോകുന്നതല്ല ജീവിതം. അത് പഠിപ്പിക്കാൻ ലോകത്തിലേക്ക് വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ഒറ്റപ്പെടാൻ, തെറ്റിദ്ധരിക്കപ്പെടാൻ, നാണം കെടാൻ, നഗ്നനാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവ്. ഈ സാധ്യതകളിലേക്ക് നമ്മൾ വളരണം. ആത്മീയമായ നമ്മുടെ വളർച്ചയ്ക്ക് സൂചകമായിട്ട് കിട്ടുന്ന പ്രതിസന്ധികൾ നിരാകരിക്കാതെ മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം. അതൊരു കർത്തവ്യമാണ്. പ്രതീക്ഷകൾക്ക് വിപരീതമായ സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്തേ എന്നുള്ള ചോദ്യം അർത്ഥരഹിതമാണ്, അപ്രസക്തമാണ്. അബ്രാഹത്തെ നോക്കുമ്പോൾ ഒരു ചോദ്യവുമില്ലാതെ വാഗ്ദാനങ്ങളുടെ കൂമ്പാരമായ തൻ്റെ മകനെയും വിളിച്ച് മോറിയാമലയിലേക്ക് പോകുമ്പോൾ നെടുവീർപ്പുകളാൽ ആവൃതമാക്കപ്പെട്ട ഹൃദയവും ആശ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ സംഗമവും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ദൈവഹിതത്തിൽ അധിഷ്ഠിതമാക്കാനുള്ള തൻ്റെ ആത്മീയമായ ബോധ്യം, തൻ്റെ ദൈവവുമായിട്ടുള്ള അടുപ്പം, ദൈവഹിതത്തിന് വിഘാതമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കുകയില്ല എന്ന തീരുമാനം, ഇതാണ് അബ്രാഹം എന്ന വ്യക്തിയെ വ്യത്യസ്തനാക്കിയത്. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അത് അതിൻ്റെ വളർച്ചയ്ക്കാണെന്നുള്ള ബോധ്യമുണ്ടാവണം. വിശ്വാസം പരീക്ഷിക്കപ്പെടാതെ ആത്മീയ പക്വത പ്രാപിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ വിചാരവും വികാരങ്ങളും ജീവിത വ്യാപാരങ്ങളും നാം ഏറ്റെടുത്ത വിശ്വാസ ചൈതന്യത്തിന് വിഘാതമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവനെ അനുധാവനം ചെയ്യുന്നതിൽ പാളിച്ചയുണ്ടെന്ന് തിരിച്ചറിയണം.
അവനെ അനുധാവനം ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ പോലും ഹരമായിട്ട് മാറും. തെറ്റിദ്ധാരണകൾ വലിയ ധാരണകളിലേക്ക് നയിക്കും. എല്ലാം സുഗമമായി തീരുമ്പോഴാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ചേർന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമല്ല. ചില സഹനങ്ങൾക്ക് അർത്ഥമുണ്ട് എന്ന് പഠിപ്പിച്ചവരാണ് നമ്മുടെ മുമ്പേ ഗമിച്ച വിശുദ്ധാത്മാക്കൾ. സുഗമമായിരുന്നില്ല അവർ സ്വീകരിച്ച അനുഭവങ്ങൾ. അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ദൈവിക സാന്നിധ്യത്തിൻ്റെ ഇടപെടലുകളായി സ്വീകരിച്ചു എന്നുള്ളതാണ് അവരിൽ നാം കാണുന്ന വ്യത്യസ്തത. എപ്പോഴൊക്കെ ദൈവഹിതത്തെ ആരായുന്നുവോ, എപ്പോഴൊക്കെ ദൈവഹിതത്തെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നുവോ, അപ്പോഴൊക്കെ നാം അറിയാതെ അബ്രാഹത്തിൻ്റെ വിശ്വാസ ചൈതന്യത്തെ ആവർത്തിക്കുകയാണ്. തീർച്ചയായും ഞാനും നീയും അബ്രാഹത്തിൻ്റെ ആ ആത്മീയ ചൈതന്യത്തെ ആവർത്തിക്കാൻ ക്ഷണിക്കപ്പെട്ടവരാണ്. ദൈവം തരും. പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവം തരും. ഇന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. വ്യത്യസ്ത വ്യക്തികളെ കണ്ടുമുട്ടാൻ പോവുകയാണ്. നമ്മുടെ ജോലിയിടവും നമ്മുടെ ഉത്തരവാദിത്വവും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിന് സാധ്യതയൊരുക്കുന്ന വേദികയായിട്ട് മാറട്ടെ. കണ്ടുമുട്ടുന്ന വ്യക്തികളിലും കടന്നു പോകുന്ന സാഹചര്യങ്ങളിലും ദൈവഹിതാനുഷ്ഠാനം ചെയ്യാൻ, ദൈവഹിതാനുഷ്ഠാനത്തിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹം ചെയ്ത അതേ വാക്കിനെ ജീവിത യാഥാർത്ഥ്യമാക്കി തീർക്കാൻ നമ്മളെല്ലാവരും ക്ഷണിതാക്കളാണെന്നുള്ള ബോധം നമ്മളെ ഒരിക്കൽ കൂടി മഥനം ചെയ്യട്ടെ. പരിശുദ്ധ അമ്മയുടെ വിശ്വാസം വചനത്തെ മാംസമാക്കി തീർത്തുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ വിശ്വാസം കൊണ്ട് ആഭരണം ചെയ്യാനും ആ വിശ്വാസത്താൽ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ ആവർത്തിക്കാനും നമ്മളെല്ലാവരും പ്രാപ്തരായി മാറട്ടെ. ഈ ദിനം ശുഭമായി ഭവിക്കുകയും ചെയ്യട്ടെ. നന്ദി.